Hi dears, welcome back to statistics class. Today I'm going to take base theorem. അപ്പോൾ ബേസ് തിയറം എന്ന് പറയുന്ന സമയത്ത് ഇത് എന്തിനാവശ്യമാണ്, എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബേസ് തിയറം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ 2 ബോക്സിൽ ഇവിടെ 3 റെഡ് ബോൾ ഉണ്ട്, 2 ബ്ലാക്ക് ബോളുണ്ട്, ഇതിൽ 4 റെഡ് ബോളുണ്ട്, ഇവിടെ 3 ബ്ലാക്ക് ബോളുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് ഇതിൽ നിന്ന് 2 റെഡ് ബോളും 1 ബ്ലൂ ബോളും കിട്ടാനുള്ള ചാൻസ് നോക്കൂ ആദ്യം, അല്ലേ? ഇതിൽ നിന്ന് 2 റെഡ് ബോളും 1 ബ്ലൂ ബോളും കിട്ടണം. പക്ഷേ അത് വരുന്നത് ഏത് ബോക്സിൽ നിന്നാണ്? Sometime it may be from this box and sometime it may be from second box. നമുക്ക് ഇതിനൊന്ന് പേര് കൊടുക്കുക. ബി ബോക്സിന് B1ഉം B2. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ നോക്കുന്നത് ഈ 2 റെഡ് ബോളും 1 ബ്ലൂ ബോളും വരുന്നത് ഏത് ബോക്സിൽ നിന്നാണ്. അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് നമ്മൾ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ ഇവൻറ്റ്, നടക്കാൻ പോകുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് 2 റെഡ് ബോളും 1 ബ്ലൂ ബോളും, അത് നമ്മൾ എ എന്നാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ എ നടക്കാനുള്ള സാധ്യത, എ വരുന്നത് ഏത് ബോക്സിൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് തിയറം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ബേസ് തിയറം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ Thomas Bayes. It was introduced by Thomas Bayes and he was a British mathematician. It was introduced in the year 1702 and to 1761. ഓക്കെ, നമ്മളിവിടെ കുറച്ച് വെൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുക, നമ്മളെ സാമ്പിൾ സ്പേസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മളെ സാമ്പിൾ സ്പേസിന് നമ്മൾ ഒരു B1 B2 എക്സെട്ര BK എന്നുള്ള ഒരു ഡിസ്ജോയിൻറ്റ് പാർട്ടീഷൻ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സാമ്പിൾ സ്പേസിനെ, അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. സാമ്പിൾ സ്പേസിനെ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അപ് ടു ഏത് പോയിൻറ്റ്സ്? B1 B2 എക്സെട്ര അപ് ടു BK എന്നുള്ള പോയിൻറ്റ്സ് വരെ. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇവൻ്റ് ഇതിൽ നടക്കുകയാണ്. ആ ഇവൻ്റ് എന്ന് പറയുന്നത് എ എന്നുള്ളൊരു ഇവൻ്റാണ്. ഓക്കെ, ഇതാണ് എ എന്നുള്ള ഇവൻ്റ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് എന്താവും? ഇവിടെ എ ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ ദ ഷെയ്ഡഡ് പോർഷൻസ്. ഈ ഷെയ്ഡഡ് പോർഷൻസിൽ മാത്രമല്ലേ എ എന്ന് വരുന്നുള്ളൂ. അപ്പോൾ എക്ക് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എ ഇൻ്റർസെക്ഷൻ. ഏതൊക്കെ വരുന്നത്? എ ഇൻ്റർസെക്ഷൻ B2 യൂണിയൻ, അല്ലേ? യൂണിയനാണ് വരിക. എ ഇൻ്റർസെക്ഷൻ B3 എക്സെട്ര എ ഇൻ്റർസെക്ഷൻ BK-1. ഓക്കെ, നമുക്ക് ഈ എനെ വേറൊരു രീതിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ B1 യൂണിയൻ എ ഇൻ്റർസെക്ഷൻ B2 യൂണിയൻ എക്സെട്ര എ ഇൻ്റർസെക്ഷൻ BK. ഇവിടെ എ ഇൻ്റർസെക്ഷൻ B1ഉം എ ഇൻ്റർസെക്ഷൻ BKയും നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതവിടെ 5 ആണ്. ഓക്കെ, അപ്പോൾ എനെ 2 രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി, ദ ഇവൻ എ ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ B1 ആണ്. B1 യൂണിയൻ എ ഇൻ്റർസെക്ഷൻ B2 യൂണിയൻ എക്സെട്ര എ ഇൻ്റർസെക്ഷൻ P ഓഫ് എ ഇൻ്റർസെക്ഷൻ BK എന്നാണ്. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സാമ്പിൾ സ്പേസ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. B1 B2 എക്സെട്ര BK എന്നുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രോബബിലിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ്, അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റീസ്, അല്ലേ? ഈ എ വരുന്നതിൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റീസ് ആണ്. അപ്പോൾ
കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് 2 or more ഇവൻറ്റ്സ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് കേസിൽ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്, എ ഇൻ്റർസെക്ഷൻ B2, എ ഇൻ്റർസെക്ഷൻ B2. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇവൻറ്റ് ഒരുമിച്ച് നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ് ആർ ദ പ്രോബബിലിറ്റീസ് ഓഫ് ദ സൈമൾട്ടേനിയസ് ഒക്കറൻസ് ഓഫ് 2 or more ഇവൻറ്റ്സ്. If A and B are 2 events, then the probability of occurrence of A and B together, that is probability of A intersection B, is a compound probability അല്ലെങ്കിൽ total probability എന്നും കൂടെ പറയും. In a situation where the sample space is partitioned into k mutually exclusive and exhaustive events B1, B2, etc. Bk, then the happening of any event A of this sample space is definitely through one of the B1, B2, etc. Bk. അല്ലേ, നമ്മളുടെ ഈ സാമ്പിൾ സ്പേസ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, B1, B2, etc. Bk. അങ്ങനെയാണെങ്കിൽ ഈ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാൻ, ഈ സാമ്പിൾ സ്പേസിൽ ഹാപ്പൻ ചെയ്യാൻ എന്ന് വരുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ത്രൂ ഏതെല്ലാം ഇവൻറ്റ്സ് ലൈനിലൂടെ ആയിരിക്കും, B1, B2, etc. Bk എന്നുള്ളതിലും. It is informed that the event A happened, but not informed that which of the B1, B2, Bk, etc. the event A has happened. നമ്മൾ പറയാണ് ഇവൻ എ ഹാപ്പൻ ചെയ്തത് നമുക്കറിയാം, പക്ഷേ അത് വരുന്നത് ഏതെല്ലാം ബി ഐസ് കൂടെയാണ് നമുക്കറിയില്ല. ഓക്കെ, but it not informed through which of the B1, B2, etc. Bk the event A has happened. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് 2 റെഡ് ബോളും 3 എന്തൊരു എക്സാമ്പിൾ മിസ് ഫസ്റ്റ് പറഞ്ഞല്ലോ, അത് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ ഏത് ബോക്സിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് തന്നെയാണ് ഇവിടെയും പറയാം, എ അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷേ അത് ഏതെല്ലാം ബി ഐസ് കൂടെയാണ് അത് വന്നതെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് അതറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, എ വന്നിരിക്കുന്നത് ഏതിലേക്കൂടെയാണ്, ത്രൂ വിച്ച് ബി ഐസ്. അപ്പോൾ ത്രൂ B1 ആണോ, ത്രൂ B2 ആണോ, ത്രൂ B3 ആണോ, അങ്ങനെ ത്രൂ BKs ആണോ. അപ്പം നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളെ ബേസ് തിയറം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് തിയറത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി, അതായത് കോമ്പൗണ്ട് പ്രോബബിലിറ്റീൻ്റെ തിയറം. അങ്ങനെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക, നമ്മൾ ഒരു സാമ്പിൾ സ്പേസ് കൺസിഡർ ചെയ്യുക. മിസ് അതിൻ്റെ നോട്ട് തരാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് മിസ് പറഞ്ഞ ആ തിയറം ഓൺ ടോട്ടൽ പ്രോബബിലിറ്റി. ലെറ്റ് B1, B2, etc. Bn be a partition of the sample space S into n mutually exclusive event such that P of Bi greater than 0 for I equal to 1 to n. Then for any arbitrary event A, P of A equal to summation I equal to 1 to n P of Bi into P of A given B. അപ്പോൾ നമ്മളുടെ എസ് എന്നുള്ളത് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സാമ്പിൾ സ്പേസിന് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ കെ നടക്കിയിട്ടാണ് നമ്മളിവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു തിയറത്തിൽ എൻ ആക്കിയിട്ട് ഏതായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളിവിടെ കെ ആക്കിയിട്ട് തന്നെ പറഞ്ഞു പോയിരുന്നത്. അപ്പോൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഇവൻറ്റ് എ ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയൊക്കെ നമ്മൾ നേരത്തെ ഇപ്പം ബേസ് തിയറം പറഞ്ഞ സമയത്ത് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, probability of A intersection B1 union probability of A intersection B2 etc. union probability of A intersection BK എന്ന് വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, summation I equal to 1 to n probability of A intersection BI. ഓക്കെ, കാരണം എന്താണ്, ഇതെല്ലാം ഡിസ്റ്റോയിൻ്റ് ഇവൻറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ പി ഓഫ് എ ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, പി ഓഫ് എ ഐ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് പി ഓഫ് എ എന്നുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്നത് സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് എ ഐ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾക്കറിയാം, കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചു, പ്രോബബിലിറ്റി ഓഫ്
എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ, അതായത് ഇതിൽ നിന്ന് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് നമുക്ക് കിട്ടും അല്ലേ? അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ വരിക? പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to n പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് മിസ്സ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തിയറം ഓഫ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി. ഇനി ഇവിടെ ഇതിൻ്റെ പ്രൂഫ് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ്. സാമ്പിൾ സ്പേസിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്താണ് B1 B2 എക്സെട്ര B1 B2 എക്സെട്ര അപ് ടു BN ആക്കിയിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ഉണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ എസ് ആണ്. എസ് എന്ന് പറയുന്നത് യൂണിയൻ I ഈക്വൽ ടു 1 to n BI എന്നാണ്. എ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ എസ് ആണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ യൂണിയൻ I ഈക്വൽ ടു 1 to n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു യൂണിയൻ I ഈക്വൽ ടു 1 to n എ ഇൻ്റർസെക്ഷൻ BI എന്നാണ്. അപ്പം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എ ഐ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് യൂണിയൻ I ഈക്വൽ ടു 1 to n എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to n പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്. സിൻസ് എ ആൻഡ് ബി ഐസ് ആർ ഡിസ്ജോയിൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളെ കണ്ടീഷണൽ പ്രോബബിലിറ്റി വെച്ചിട്ട് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ എന്ന് പറയുന്നത് സമ്മേഷൻ I ഈക്വൽ ടു 1 to n പി ഓഫ് പി ഐ പി ഓഫ് എ ഗിവൺ ബി ഐ എന്നാണ്. അപ്പോൾ ഇതിനാണ് നമ്മുടെ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ് എന്ന് എഴുതുക. അപ്പോൾ മിസ് ഇത് എടുത്ത് പറയാൻ കാരണം ഡിഫൈൻ തിയറം ഓഫ് കോമ്പൗണ്ട് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും മിസ് എടുത്തിട്ടില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മിസ് ഇതും കൂടെ ഇവിടെ ഇൻക്ലൂഡ് ആക്കിയത്. നേരത്തെ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് അത് തന്നെ മതിയായിരുന്നു, പക്ഷെ മിസ് ഒന്ന് എടുത്ത് പറഞ്ഞു തന്നതാ കേട്ടോ. ഇനി നമ്മൾ ബേസ് തിയറം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് തിയറം എന്താണെന്ന് പറയുകയാണ്. ഇഫ് ആൻഡ് ഈവൻ എ ക്യാൻ ഹാപ്പൻ if and only if one or the other of a set of mutually exclusive events B1, B2, etc. BK happens where P of Bi not equal to 0 for I equal to 1 to K, then probability of Bi given A, which is equal to P of Bi into P of A given Bi divided by summation I equal to 1 to K P of Bi into probability of A given Bi for I equal to 1 to K. അപ്പോൾ നമ്മളുടെ ആ ഒരു സൊല്യൂഷന് നമ്മൾ ഇതുവരെ പറഞ്ഞ ആ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇവൻ്റ് എ ഹാപ്പൻ ചെയ്യുന്നത് ഏത് ബി ഐസിലാണ്, ഇത് വെച്ചിട്ട് നമുക്ക് അത് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇഫ് ആൻ ഇവൻ്റ് എ ക്യാൻ ഹാപ്പൻ if and only if one or the other of a set of mutually exclusive event B1, B2, etc. Bk happens where P of Bi not equal to 0 for I equal to 1 to K, then P of Bi given A equal to P of Bi into P of A given Bi divided by summation I equal to 1 to K P of Bi into P of A given Bi I equal to 1 to K. ഇതാണ് നമ്മളെ ബേസ് തിയറം. ബേസ് തിയറം ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഇതെന്തായാലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കും. ബേസ് തിയറം ഡിഫൈൻ ചെയ്യുക, പ്രൂവ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രോബ്ലം ഷുവറാണ്. അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം, നന്നായി വീഡിയോ കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. By multiplication theorem we can express the compound probability as, അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ തിയറം നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ്
എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഗിവൺ എ എന്നാണ്. അതേമാതിരി തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പി ഓഫ് ബി ഐ ഗിവൺ എനെ നമുക്ക് എന്താക്കി എഴുതാം? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ രണ്ട് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻസ് മാത്രം നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എന്തിനെടുക്കുന്നത്? പി ഓഫ് ബി ഐ ഗിവൺ എന് എടുക്കുന്നത്. അപ്പോൾ പി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ പി ഓഫ് എ. സിൻസ് എ ക്യാൻ ഹാപ്പൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് one or the other set of mutually exclusive events B1, B2, etc. BK happens. കാരണം എന്താണ്? എ ക്യാൻ ഹാപ്പൻ ഓൺലി എന്താണ്? ഏതെങ്കിലും ഒന്നിലാണ്, ഏതെങ്കിലും ഒന്ന് നടക്കുന്ന സമയത്താണ്. വൺ ഓർ അതർ സെറ്റ്, ഒന്നിലോ ഒന്നോ ഒന്നിൽ കൂടുതലോ ബി ഐസ് നടക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ എ എന്നുള്ളത് കാണാൻ പറ്റുന്നത്. എ ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ എനി ഓഫ് ദ കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് വേ അല്ലേ. എ നമ്മൾ നേരത്തെ പറഞ്ഞു, എ നടക്കുന്നത് ഏതെങ്കിലും ഈ ഒരു സംഭവം നടക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് ഹാപ്പൻ ഓൺലി ത്രൂ കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് വേസ്. ഒന്നെന്നല്ല എ വരുന്നതിൻ്റെ ആ ഒരു കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ് നടക്കുമ്പോൾ, ദാറ്റ് ഈസ് എ ഇൻ്റർസെക്ഷൻ B1, എ ഇൻ്റർസെക്ഷൻ B2 എക്സെട്ര അപ് ടു എ ഇൻ്റർസെക്ഷൻ BK എന്നുള്ളത്. അപ്പം നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് ദ കോമ്പൗണ്ട് പ്രോബബിലിറ്റീസ് ഓഫ് ഓൾ ദിസ് ഇവൻറ്റ് എന്നാണ്. ദാറ്റ് ഈസ് പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ B1 പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ B2 പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ BK എന്നാണ്. അതിനെ നമുക്ക് എന്താക്കി എഴുതാം? പി ഓഫ് എ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഐ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ ഇതിന് 1ഉം 2ഉം ഒക്കെ കൊടുത്തിരുന്നു. ബൈ യൂസിങ് 1 നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്നാണ്. പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്നാണ് അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ എന്നാണ്, മൾട്ടിപ്ലിക്കേഷൻ തിയറം യൂസ് ചെയ്തിട്ട്. ഹെൻസ് 2 ഇംപ്ലൈസ്, രണ്ടാമത്തെ ഇംപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ പി ഓഫ് എൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? പി ഓഫ് ബി ഐ ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ നമ്മൾ പി ഓഫ് എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to k പി ഓഫ് ബി ഐ ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ഐ ഫോർ ഐ ഈക്വൽ ടു 1 to k etc. So the theorem may also be stated as if B1, B2, etc. BK are mutually exclusive event such that P of Bi not equal to 0, I equal to 1 to n and A be any event which is a subset of union I equal to 1 to n Bi such that P of A greater than 0, then P of Bi given A equal to P of Bi into P of A given Bi divided by summation I equal to 1 to ഇവിടെ കെ എന്നുള്ളിടത്ത് എൻ ആണ് കേട്ടോ. 1 to ഇവിടെയും നമ്മൾ എൻ ആക്കുക. ഓക്കെ, എൻ പി ഓഫ് ബി ഐ പി ഓഫ് എ ഗിവൺ ബി ഐ ഫോർ ഐ ഈക്വൽ ടു 1 to n. ഇങ്ങനെയും നമുക്ക് ഇവിടെ പറയാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം ദ തിയറം മേ ബി ഓൾസോ സ്റ്റേറ്റഡ് ആസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കെ എഴുതിയാലും കുഴപ്പമില്ല, എൻ എഴുതിയാലും കുഴപ്പമില്ല
കേട്ടോ. അപ്പോൾ ഐ ഈക്വൽ ടു ഇവിടെ നമ്മൾ പി ഓഫ് ബി ഐ നോട്ട് ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1 to n നോക്കുന്ന സമയത്ത് ഇവിടെ ഒക്കെ എന്താ എഴുതുക, B1 B2 എക്സെട്ര BN എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെയും n കൊടുക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് വേയിലും നമുക്ക് ഈ ബേസ് തിയറം ഡിഫൈൻ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പം നമ്മളുടെ ബേസ് തിയറം ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ എപ്പോഴാണ് ബേസ് തിയറം യൂസ് ചെയ്യുന്നത്, കുറച്ച് കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വൺ ക്യാൻ കൺസിഡർ ബേസ് തിയറം വെൻ ദ ഫോളോയിങ് കണ്ടീഷൻ എക്സിസ്റ്റ്. എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ദ സാമ്പിൾ സ്പേസ് ഈസ് പാർട്ടീഷൻ ഇൻറ്റു എ സെറ്റ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. നമ്മളുടെ സാമ്പിൾ സ്പേസിനെ നമുക്ക് എങ്ങനെ ആക്കി പാർട്ടീഷൻ ചെയ്യണം, ഡിസ്ജോയിൻ്റ് ആയിട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആക്കിയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റണം. വിത്തിൻ ദ സാമ്പിൾ സ്പേസ് ദർ എക്സിസ്റ്റ് എൻ ഇവൻറ്റ് ഫോർ വിച്ച് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ 0. ആ ഒരു സാമ്പിൾ സ്പേസിൽ അവിടെ ഒരു ഇവൻറ്റ് എ എന്നുള്ള ഒരു ഇവൻറ്റ് ഉണ്ടാവണം. ആ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആവണം. അവിടുത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ കാണാമെന്നുള്ളതാണ്. അതായത് പി ഓഫ് ബി ഐ ഗിവൺ എ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം. ടു നോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു സെറ്റ് ഓഫ് ദ പ്രോബിലിറ്റി ഡിസ്ക്രൈബ്ഡ് ബിലോ, ദാറ്റ് ഈസ് പി ഓഫ് ബി ഐ ഇൻ്റർസെക്ഷൻ എ ഫോർ ഈച്ച് ബി ഐ, പി ഓഫ് ബി ഐ ആൻഡ് പി ഓഫ് എ ഗിവൺ ബി ഐ ഫോർ ഈച്ച് ബി ഐ. നമ്മൾ അവിടുത്തെ എന്ത് അറിഞ്ഞിരിക്കണം എന്നാണ്, അവിടുത്തെ കോമ്പൗണ്ട് പ്രോബബിലിറ്റിയും അവിടുത്തെ എന്താ പറയുക കണ്ടീഷണൽ പ്രോബബിലിറ്റീസും ഒക്കെ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. ഇൻ ബേസ് തിയറം സെറ്റപ്പ്, ഇഫ് വി ഹാവ് എൻ ഇൻഫർമേഷൻ that the event A has occurred, the probability of the occurrence of A through any of the events B1, B2, etc. Bk, P of Bi given A x I equal to 1 to k can found by the theorem. These probabilities are calculated after observing the outcome of the experiment. Such probabilities are often called a posterior probabilities. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇവൻറ്റ് എ, അപ്പോൾ ഈ ഒരു ഇവൻറ്റ് എ നടക്കുന്നത് ഏത് ഇവൻറ്റ്സിൽ കൂടെയാണ്, P1 B2 എക്സെട്ര BK എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്താണ്, നമ്മളുടെ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ഇവിടുത്തെ പ്രോബബിലിറ്റി പറയാൻ പറ്റുള്ളൂ, അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രോബബിലിറ്റീനെ നമ്മൾ പറയുന്നത് എന്താണ്, പോസ്റ്റീരിയറി പ്രോബബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ ഇപ്പോൾ ബോക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഇവൻറ്റ് എ അല്ലേ, ആ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ 2 ബ്ലാക്ക് ബോളും 3 ബ്ലൂ ബോളും വരാനുള്ളത്, ആ ഒരു ബോൾ എടുത്തിട്ടുള്ളത് ഏത് ബോക്സിൽ നിന്നാണ്, അത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, നമ്മൾ എങ്ങനെയാണ് അത് പറയാൻ പറ്റുള്ളൂ, അവിടുത്തെ ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഒബ്സർവ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് അത് പറയാൻ പറ്റത്തുള്ളൂ. സോ അതിനെ പറയുന്നതാണ് പോസ്റ്റീരിയറി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു പ്രോബബിലിറ്റി ഉണ്ട്, പ്രിയോറി പ്രോബബിലിറ്റി. അതിന് മുന്നേ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രോബബിലിറ്റി. അതായത് ഇപ്പോൾ ബോക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ നിന്ന് രണ്ടും എടുക്കാനുള്ള പ്രോബബിലിറ്റി, ബോക്സ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. ആ പ്രോബബിലിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിയോറി പ്രോബബിലിറ്റീസ്. ദ പ്രോബബിലിറ്റീസ് P of Bi, P of B2 etc. P of Bk are not related to the outcome of the experiment. This probability can be found prior to the experiment. നമുക്ക് ഇവിടെ B1ൻ്റെ B2 എക്സെട്ര BKൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുന്നതിന് മുന്നേ അറിയാം. അത് ഈ ഔട്ട്കം നോക്കിയിട്ടല്ല നമ്മളിത് പറയൽ അല്ലേ. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രോബബിലിറ്റി നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ മുന്നേ തന്നെ നമുക്ക് അറിയാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് കോൾഡ് പ്രിയോറി പ്രോബബിലിറ്റീസ്. The term probability of A given B1, A given B, probability of A given B2, etc. probability of A given BK are the chance of the occurrence of A along with B1, B2, etc. BK. Such probabilities are called likelihoods. ഈ പ്രോബബിലിറ്റീസിനെ പറയുന്നതാണ് ലൈക്ലിഹുഡ്സ്. അതായത് ഇവിടെ എ ഒക്കെ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് B1, B2 എക്സെട്ര BKയിൽ കൂടെയാണ്
അതിൻ്റെ പ്രോബബിലിറ്റീസിനെ നമ്മൾ പറയുന്നതാണ് ലൈക്ലിഹുഡ്സ് എന്നുള്ളത്. അപ്പോൾ ബേസ് തിയറം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദിസ് മോഡൽ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ബേസ് തിയറത്തിൻ്റെ പ്രോബ്ലമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.